ശ്രീ പത്മനാഭ നാരായണ പത്മ വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ഇന്ന് പിതൃക്കളുടെയും ദേവതാ പൂജയുടെയും അർത്ഥം ഒരുമിച്ച് പറയുന്ന വരികളാണ്. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം. പവിത്രാണാം, പവിത്രം എന്നാൽ നമുക്കറിയാം പരിശുദ്ധമായത്. അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിലൂടെയാണ് ഇവിടെ പരിശുദ്ധി പറയുന്നത്? അതായത് ഒരു തീണ്ടായികയാണോ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കലി ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. പവിത്രാണാം പവിത്രം യോ, പവിത്രതയുടെ പവിത്രത. അതായത് ഫിസിക്കലി ഒരു പവിത്രാവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു നേദ്യത്തിനടുത്ത് വെക്കുന്നു, അപ്പോൾ തൊട്ട് അത് ശുദ്ധം മാറി എന്ന് പറയും. അപ്പൊ അതിനർത്ഥം ഫിസിക്കലി ടച്ചാണ്. എന്നാൽ അതിനുള്ളിലുള്ള ദേവതയുടെ സങ്കല്പത്തിന് അശുദ്ധി വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പവിത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു മന്ത്രത്തിലൂടെ, ഒരു മുദ്രയിലൂടെ, ഒരു പുഷ്പത്തിലൂടെ ആ പവിത്രതയെ നിലനിർത്തുന്ന പവിത്രതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു പൂ എടുക്കുന്നു, ആ പൂ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം അതിന് ഗന്ധമുണ്ട്. അപ്പോൾ ആ മണം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അശുദ്ധിയായോ? ഇല്ല. കാരണം ആ പൂവ് ഇറുക്കുമ്പോൾ തന്നെ നമ്മൾ മന്ത്രത്തിന് ഉള്ളിൽ ഇത് ഭഗവാനുള്ളതാണ്, ഇത് ദേവിക്കുള്ളതാണ് എന്ന ചിന്തയിലാണ് എടുക്കുന്നത്. അല്ലാതെ തലയിൽ ചൂടാനാണ് എന്ന് പറയുന്ന എടുത്തിട്ട് അവിടെ കൊടുക്കുമ്പോൾ ഫിസിക്കലിയും സ്പിരിച്വലിയും അത് അവിടെ പവിത്രത നഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ ഉള്ളിൽ ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം. മംഗളം എന്നാൽ നമുക്കറിയാം മംഗളകരമായത്, ഒന്ന് ആ അർത്ഥത്തിൽ. പിന്നൊന്ന് മംഗളം, എല്ലാത്തിനും ഒരു ശുഭാവസ്ഥയുണ്ട്, ശുഭമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. നമ്മൾ മംഗളം പാടുക എന്ന് പറയും ഒരു കച്ചേരി കഴിഞ്ഞിട്ട് നിർത്താറാകുമ്പോൾ. അതായത് അന്നത്തെ ഈ കച്ചേരി 3 മണിക്കൂറുള്ള 4 മണിക്കൂറുള്ള ഈ കച്ചേരി ഇവിടെ മംഗളം പാടുന്നു. അതിനർത്ഥം അന്നത്തേതാണ്, എന്നേക്കുമായിട്ടുള്ള മംഗളമല്ല. അപ്പോൾ ഇവിടെയും മംഗളാനാം ച മംഗളം, മംഗളകരമായി നമുക്ക് അനുഭവിക്കുന്ന അന്നന്നത്തെ ഓരോ ദൈനംദിന ജീവിതത്തിന്റെയും മംഗളാവസ്ഥയും ഇവിടെ നാരായണനെ കുറിക്കുന്നു. അതെങ്ങനെയാണ്? ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയപിത. പിതൃക്കളുമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ പിതൃപൂജയിലും നാരായണനെ എന്തായാലും സ്മരിച്ചേ തീരൂ. പിണ്ടം വയ്ക്കുമ്പോഴോ എല്ലാ രീതിയിലും പിതൃപൂജ എന്ത് പൂജ ചെയ്താലും. കാരണം ആ നാരായണ പദം ഓരോ അർഘ്യമെടുക്കുമ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കും ഏതെങ്കിലും രീതിയിൽ. അതിന് കാരണം ദൈവതം ദേവതാനാം ച, ദൈവതം ദേവതകളുടെ എല്ലാം ദേവതമാരായ, അതായത് എത്ര ദേവതമാരുണ്ടോ ആ ദേവതകളുടെ എല്ലാം ദൈവീകത എന്നുള്ളത് നാരായണനാകുന്നു. അതായത് ഓരോ പൂജയിലും ഇപ്പോൾ ഒരു മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകുന്നു, പ്രധാന ദേവൻ ആരാണ്? മഹാദേവനാണ്. അപ്പോൾ നമ്മൾ അവിടെ നമഃശിവയായിരിക്കും ജപിക്കുന്നത്. എന്നാൽ അതേ ക്ഷേത്രത്തിൽ ഒരു ഉണ്ണിക്കണ്ണന്റെ പ്രതിഷ്ഠയുണ്ട്. ആ നടക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? കൃഷ്ണ ഗുരുവായൂരപ്പ വിളിക്കും. അതിനർത്ഥം അതേ ദേവത തന്നെയാണ് ഇവിടെയും ദേവത. എന്നാൽ ഇവിടത്തെ പ്രധാന ദേവൻ ആരാണ്? മഹാദേവൻ. അതുപോലെ ഈ പവിത്രവും മംഗളവുമായ ഈ പിതൃകർമ്മത്തിലും സർവഭൂതങ്ങളിലും ദൈവതമായ, ഈ ദൈവതം എന്ന വാക്കിനെയാണ് നമ്മൾ ഡിവൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഡിവിനിറ്റി എന്ന് പറയുന്നത് ശ്രീമന്നാരായണനായ മഹാവിഷ്ണുവായ സർവവ്യാപിയായ ആ പരമാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള പവിത്രതയും മംഗളവും കൊണ്ടുവരുന്ന ദേവതമാരുടെ എല്ലാം ദൈവീകതയായ പിതൃപൂജയിലും സർവഭൂതങ്ങളിലും നാഥനായ
ശ്രീമന്നാരായണ നിന്നെ സ്മരിക്കുന്നു എന്നാണ് വരി. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയപിതാ. ശ്രീപത്മനാഭ നാരായണ ശരണം. പത്മ.